ഹായ് ഗൈസ്, സംഭവം ഇറങ്ങി ഈ ഒരു ദിവസത്തിനായി എത്ര നാളായി കാത്തിക്കുന്നു. തലൈവർ പടം എന്ന് പറയുമ്പോ തന്നെ ഒരു ഹൈ ആണ്, അതൊരു ഹെവി ഫീലിംഗ് ആണ്. സത്യം പറഞ്ഞാൽ ജയിലറാണ് ഈ ഒരു അടുത്ത കാലത്ത് തലൈവറിന് ഒരു ഓൾ ഉണ്ടാക്കിയ ഒരു പടം. തലൈവർ നായകനായിട്ട് നെൽസൺ സംവിധാനത്തിൽ അനിരുദ്ധ് മ്യൂസിക്കലിലെത്തിയ സ്റ്റണ്ട് ശിവ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്ത ജയിലറാണ്. ഇതിന് മുന്നേ തലൈവർ ഒരു ഹെവി ആയിട്ടൊരു വരവ് വന്ന്. ഹെവി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ, മാസിന് മാസ്, അഭിനയത്തിന് കിട്ടില്ല അഭിനയം എന്ന് വെച്ചാൽ തലൈവർ ഇറങ്ങിയ മൂവികളിൽ എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. അഭിനയിച്ച് കണ്ണ് നിറയിപ്പിച്ച നിമിഷങ്ങളുണ്ട്, എന്നാൽ മാസ് സ്റ്റണ്ട് ആക്ഷൻ സംഭവത്തെ വേറെ ലെവലാക്കി ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പടം ആ ലെവലാണെങ്കിൽ ലോകേഷ് തിരക്കഥാ സംവിധാനത്തില് തലൈവർ നായകനായിട്ട് വന്ന് അനിരുദ്ധ് മ്യൂസിക്കലിൽ അൻപറിയോ സ്റ്റണ്ട് എല്ലാ സംഭവങ്ങളും ദ ബെസ്റ്റ് വരുമ്പോ എന്തായിരിക്കും അതിന്റെ ഒരു ഫീലിംഗ് എന്നുള്ളത് ഹൈലി വെയിറ്റിംഗ് ആയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് വേഗം ട്രെയിലർ കാണാം, എന്നിട്ട് സംസാരിക്കാം. വാ. ஒருத்தன் பிறந்த உடனே அவன் எவன் கையில சாகுனான்னு நெத்தில எழுதிருக்குன்னு நினைக்கிறேன். ஒரு மனுஷன் இந்த உலகத்திலிருந்து ட்ரேஸே இல்லாம தூக்க முடியும் தெரிஞ்சா இட் கேன் பி a disaster. எனக்கு என்னமோ இந்த நெட்வொர்க்கால மட்டும் அவனுங்க பெரிய ஆளான மாதிரி தெரியல. அவனுங்க உள்ளுக்குள்ள வேற ஏதோ ஒன்று பெருசா பண்றானுங்க சார். இங்க இருக்கிற 14,400 பேர்ல எனக்கு தேவை அந்த ஒரு குழி, அந்த ஒத்த குழி. ஒரு இடம் விடாம தோட்டம் இறக்குடா, 10 வருஷம் வெட்டிச்சு செவரணும். 30 வருஷமா ஒருத்தனை ஆஃப்லைன்லயே வச்சிருக்கேன். அவனுக்கு தெரிஞ்சது அரங்க மதிர விசில் பறக்கவே. எனக்கு ஏன்னா எங்கேயோ பார்த்த மாதிரி இருக்கு. யாரும் இல்லாம தனியா வாழ்ந்து பழகிட்டீங்க. அவர் உங்களுக்கு வெறும் ஃப்ரெண்டு தான், எங்களுக்கு அப்பா. சூப்பர். அவன் உங்களுக்கு அப்பாவா இருக்கலாம், ஆனா அவன் எனக்கு நண்பன். அரங்க மதிர விசில் பறக்கவே. எட்ரா கொக்கி. கூக்கு கூலே move your body. The whole squad, let's be on the party. It's too much heat. What is godly? The throne is so same story. கூக்கு கூலே move your body. The whole squad, let's be on the party. Ladies and gentlemen, too much heat. It's what is godly. The throne is so same story. Alela polema, alela polema de. Alela polema, alela polema de. Alela polema, alela polema, alela alela de. இந்த தேவா பத்தி தெரிஞ்சிருந்தோ என்கிட்டயே விளையாடி இருக்க. தலைமை இறங்கி சரிதம் எழுதவே. ഓഗസ്റ്റ് 14 കിണ്ണം കാച്ചി ട്രെയിലർ. പടത്തിന് എ സർട്ടിഫിക്കേഷനാണ് കിട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് എ സർട്ടിഫൈഡ് ആയെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിനി. പക്ഷെ ട്രെയിലർ കാണുമ്പോ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. അറുംകൊലയാണ് കാണാൻ പോകുന്നത്. ഫസ്റ്റ് തലൈവർ ആ കണ്ണ് കാണിക്കുന്ന സീനൊക്കെ പൊളി. അത് കഴിഞ്ഞിട്ട് തലൈവറിന്റെ ആ സ്റ്റണ്ടും നടത്തും എല്ലാം ഹെവിയാണ്. ജയിലറിനെക്കാട്ടി മുകളിൽ നിൽക്കുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ഒരു ഹെവിനെസ് ഈ ഒരു ട്രെയിലർ തരുന്നുണ്ട്. പിന്നെ എല്ലാ ഇൻഡസ്ട്രിയിലെ സ്റ്റാറുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹിന്ദിയിൽ നിന്ന് അമീർ ഖാനെ കൊണ്ടുവന്നു, തെലുഗു നാഗാർജുനെ, കന്നഡയിൽ നിന്ന് ഉപേന്ദ്രനെ കൊണ്ടുവന്നു, നമ്മൾ മലയാളത്തിൽ നിന്ന് സൗബിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടിയിട്ട് ഫസ്റ്റ് ഇറങ്ങിയ ടീച്ചറിന്റെ ഒരു പെർട്ടിക്കുലർ കളർ ടോൺ ആയിരുന്നു. ബ്ലാക്ക്, റെഡ്, ഗോൾഡൻ, ഈ 3 കളറും അത്ര അതിലുണ്ടായിരുന്നു. ഉറപ്പായിട്ട് സം ഗോൾഡ് സ്മഗ്ലിംഗ് റിലേറ്റഡ് ആയ ഒരു സ്റ്റോറി ആയിരിക്കും. റെഡ് കാണിച്ചിരിക്കുന്ന അറുംകൊല ഒരുപാടുണ്ട് എന്നുള്ളൊരു ഐഡിയ തരുന്നു. ബ്ലാക്ക് കാണിച്ചിരിക്കുന്ന ഒരു ഡാർക്ക് സ്റ്റോറി നമ്മൾ കാണാൻ പോകുന്ന ഒരു പ്രതീക്ഷയാണ്. എന്തായാലും ഹെവി ആയ ട്രെയിലർ. തലൈവർ നായകനായിട്ട് വരുന്ന 171ാമത്തെ പടമായത്. തലൈവർ 171 ആയിരുന്നു ഇനീഷ്യൽ
അതിന്റെ പേര് ടൈറ്റിൽ ഏതായിരുന്നു. പിന്നെയാണ് കൂലിയിലോട്ട് എത്തിയത്. ആ കൂലി എന്നുള്ള സംഭവത്തിലുണ്ട് സൗബിന്റെ ഗോഡൌണില് കൂലി ചെയ്യുന്ന 14,000 പേരിൽ ആ ഒറ്റ ഒരാളെയാണ് കാത്തിക്കുന്നുണ്ട് പറയുന്നത്. അത് 30 വർഷമായിട്ട് വെയിറ്റ് ചെയ്ത് വരുന്ന ഒരു കഥാപാത്രം ഈ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാത്തിക്കുന്നത്. സൗബിനാണ് വില്ലൻ, വളരെ ക്ലിയർ ആണ്. 350-400 കോടി ബഡ്ജറ്റിൽ വരുന്ന സൺ പിക്ചേഴ്സ് കലാനിധി മാരൻ എടുക്കുന്ന പടം. ഓഗസ്റ്റ് 14 ഹൈലി വെയിറ്റിംഗ് ആണ്. തലൈവരുടെ ആ ഒരു സ്വാഗും ആ ഒരു ഓറൊക്കെ കാണാനായിട്ട് ഹൈലി വെയിറ്റിംഗ് ആണ്. ഈ ഒരു വർഷത്തിൽ ഹൈലി എക്സ്പെക്ടിങ് ആ ഒരു മൂവിയാണ്. നിങ്ങൾ ഈ ട്രെയിലർ ഉണ്ടോ? നിങ്ങൾക്ക് ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടോ? തലൈവർ എങ്ങനെയുണ്ട്? ആ ഒരു വരവും നടത്തും ആ ഡയലോഗ് എല്ലാം വേറെ വേറെ പൊളിയായിട്ടില്ലേ? എന്താണ് ഈ ട്രെയിലറിനെ കുറിച്ച് നിങ്ങളെ വിലയേറെ അഭിപ്രായം? താഴെ മറക്കാതെ കമന്റ് ചെയ്യോ. ഏത് ലെവലായിരിക്കും ഈ ഒരു പടം? ഒരു ഹെവി മാസായ സാധനം, ലോഡിംഗ് അല്ലേ? എന്തൊക്കെയാണ് ഈ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം? താഴെ മറക്കാതെ കമന്റ് ചെയ്യണേ. മറക്കല്ലേ? ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ? കൂടുതൽ ഹൈപ്പും കൂടെ കൊടുക്കണേ, മറന്നൂടെ? അപ്പൊ അത്ര ഹാപ്പി ആയിട്ടിരിക്കും. മറ്റേ റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ ഇഷ്യൂ ആയി നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.